നമുക്കിതിൽ ആദ്യം ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടൊരു സ്കാൽപ്പിംഗ് മെത്തേഡ് അത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം വേണ്ടത് 3 EMA മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജാണ് ആഡ് ചെയ്യുന്നത്. മെയിൻ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, മൂവിങ് ആവറേജ്, പീരീഡ് 9, മെത്തേഡ് എക്സ്പോണൻഷ്യൽ സെലക്ട് ചെയ്യുക, അപ്ലൈ ടു ക്ലോസ്. എൻ്റെ കളർ നമുക്ക് ഗ്രീൻ, ഞാൻ ഗ്രീൻ കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ കൊടുക്കാം. അപ്പോൾ 9 മൂവിങ് ആവറേജ് ഒന്ന് ആഡ് ചെയ്തു. ഇനി വേണ്ടൊരു മൂവിങ് ആവറേജ് പീരീഡ് 14, എക്സ്പോണൻഷ്യൽ തന്നെയാണ്. കളർ ചേഞ്ച് ചെയ്യുക, റെഡ് കൊടുക്കാം. ഓക്കെ, സേവ്. ഇനി വേണ്ടത് ഒരു മൂവിങ് ആവറേജ് കൂടി, പീരീഡ് 30, എക്സ്പോണൻഷ്യൽ തന്നെ. കളർ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, സേവ്. അപ്പോൾ 3 മൂവിങ് ആവറേജ് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്കാൽപ്പിംഗ് ആണ് പരിപാടി. ഇനി ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. അത് ഫ്രാക്റ്റൽ എന്ന് പേരാണ്. ഏറ്റവും താഴെയായിട്ടുണ്ടാവും ഫ്രാക്റ്റൽ. അത് വയലറ്റ് ആ കളർ ഇടന്നോട്ടെ. സേവ്. അത് ആ ഡോട്ട് കാണുന്നതാണ്. അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് 30 മൂവിങ് ആവറേജ്. അതിന് താഴെയാണ് ക്യാൻഡിലുണ്ടെങ്കിൽ സെല്ല് മാത്രം നോക്കുക. അതിന് മുകളിലാണ് ക്യാൻഡിലെങ്കിൽ ബൈ മാത്രം നോക്കുക. അതിൽ എൻട്രി എടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ലൈവിൽ തന്നെ ഇത് വീഡിയോയിൽ തന്നെ കിട്ടുമോ എന്ന് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻട്രി എടുക്കാം. എന്തായാലും ഈ ചാനൽ തുടങ്ങിയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ട് ലൈവാണ് ലക്ഷ്യം, ലൈവ് ട്രേഡ്. അപ്പോൾ അത് ആദ്യം കുറച്ച് വീഡിയോസൊക്കെ ഇട്ടാലേ അത് ലൈവായി കിട്ടും. സബ്സ്ക്രൈബർ വേണം, 50 മിനിമം 50 പേരെങ്കിലും വേണം. അപ്പോൾ അതും ഒന്നാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. EMA 3 ഇപ്പോൾ സെൽ സൈഡിലേക്ക് മാറുകയാണ് മാർക്കറ്റ്. അപ്പോൾ ആ രീതിയിലാണ്. ഇത് 1 മിനിറ്റ് ചാർട്ടാണ് കിടക്കുന്നത്. 5 മിനിറ്റ് ആക്കിയാൽ സെൽ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. എൻട്രി എടുക്കാൻ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് 15 മിനിറ്റ് ക്യാൻഡിലും 1 മിനിറ്റ് ക്യാൻഡിലുമാണ്. ഇത് 15 മിനിറ്റ് ക്യാൻഡിൽ. 15 മിനിറ്റ് ക്യാൻഡിൽ ബൈ സൈഡാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് 1 മിനിറ്റ് ക്യാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ബൈ ആണ് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതായത് വലിയ ടൈം ഫ്രെയിം 15 മിനിറ്റിൽ മാർക്കറ്റ് ബൈ ആണ്, സെൽ സൈഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ബൈ മാത്രമേ എടുക്കൂ, അല്ലാതെ സെൽ എടുക്കരുത്. സ്കാൽപ്പ് ചെയ്യുമ്പോൾ വേഗം നമ്മൾ എക്സിറ്റ് ആവും. എൻട്രി എക്സിറ്റും ഒക്കെ ഫാസ്റ്റ് ആയിരിക്കും. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. 1:2, 1:3 ഒക്കെ നമുക്ക് ടാർഗറ്റ് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ലൈവ് വീഡിയോയിൽ വരുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. എൻട്രി ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. എൻട്രി പോയിൻ്റ് മിസ്സായി. ഈ ക്യാൻഡിലിൻ്റെ മുകളിൽ, മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ, അടുത്ത ഇത് വരിക സ്റ്റോപ്പ് ലോസ് ഈ ഫ്രാക്റ്റൽ വന്നേക്കുന്നതിന് താഴെ. ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ്, താഴത്തെ ലൈൻ സ്റ്റോപ്പ് ലോസ്, മുകളിൽ നിന്ന് ബൈ. 1:2 മിനിമം നമുക്ക് ടാർഗറ്റ് കിട്ടും. എത്ര പോയിൻ്റ് ഉണ്ടെന്ന് നോക്കിയാൽ അത്രയും അതിൻ്റെ ഡബിൾ, എത്ര SL വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ ടാർഗറ്റ്. ഒന്നുകിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ്. എല്ലാം വളരെ ഫാസ്റ്റായിട്ടായിരിക്കും മൂവിങ് കണക്ക്.
അപ്പോൾ ഒരു 5 മിനിറ്റിനോടടുത്താവുന്നു. ഈ ഒരു വീഡിയോയും കൂടെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക. നമ്മളുടെ ചാനലിലേക്ക് ആൾക്കാരുടെ എണ്ണം കൂടട്ടെ.